الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوان أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما سلككم في سقر قالوا لم نكن من المصلين ولم نكن نطعم المسكين وكنا نخوض مع الخاعدين وكنا نكذب بيوم الدين صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും പരിഗണിക്കണമെന്ന്, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ശക്തിയായി ഓർമ്മിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യും. മനുഷ്യന്റെ ജീവിതം അല്ലാഹുവിന്റെ ദാനമാണ്. ഈ ജീവിതത്തിനാവശ്യമായ വിഭവങ്ങളും അല്ലാഹുവിന്റെ ദാനമായി മനുഷ്യന് ലഭിച്ചതാണ്. അല്ലാഹു നൽകിയ ജീവിതം, അവൻ നൽകിയ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിലും അതിനുശേഷം മരണാനന്തര ലോകത്തും വിജയകരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാർ വഴി അല്ലാഹു തആല മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാന കാര്യത്തിൽ സംശയരഹിതമായ വിശ്വാസമുണ്ടായിരിക്കുക എന്നതാണ്. ഒന്നാമത് സർവശക്തനായ അല്ലാഹുവിലുള്ള വിശ്വാസം. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും നായകനും ഇതിന്റെ നിയന്താവും ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും അടക്കി ഭരിക്കുന്ന ഏകനായ രാജാവും അത് അല്ലാഹു മാത്രമാണെന്ന ഉറച്ച ബോധ്യം. ഇതൊരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമെന്ന നിലക്ക് മനുഷ്യന്റെ ഹൃദയത്തിൽ അടിയുറക്കേണ്ട ഒരു വിശ്വാസമാണിത്. തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും, താൻ പറയുന്ന ഓരോ വാക്കുകളും, അതെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ വളരെ പരസ്യമായി, പ്രത്യക്ഷമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാത്ത വിധമുള്ള ഒരു ജീവിതമാണ് നമ്മളിവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും, ആ അല്ലാഹുവിന്റെ വിധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുമുള്ള ഉറച്ച ബോധ്യം. എന്റെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ അവൻ നിർണയിക്കുന്നതാണ്. ആ ജീവിതത്തിന്റെ ഒഴുക്കും അതിലുള്ള ഉയർച്ചയും താഴ്ചയും ഒക്കെ അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ച് സംഭവിക്കുന്നതാണ്. അങ്ങനെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനായി അല്ലാഹുവിനെ മനുഷ്യന് നല്ല ബോധ്യമുണ്ടായിരിക്കണം. അതൊരു പച്ച യാഥാർത്ഥ്യമായി ഇപ്പോൾ നട്ടുച്ചയാണ് എന്നതിനേക്കാൾ ഉറച്ച ബോധ്യത്തിൽ മനുഷ്യ ഹൃദയത്തിൽ അത് സ്ഥാനം പിടിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ ശക്തിയായി ആവശ്യപ്പെടുന്നത് ആ ഒരു ബോധം ഹൃദയത്തിൽ ഉണ്ടാക്കാനാണ്. അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. നമ്മളതൊരു വർത്തമാനമായിട്ട്
നമ്മുടെ ജീവിതത്തിലെ ഒരു വർത്തമാനമായിട്ട് അള്ളാഹുവിനെ കുറിച്ച ബോധ്യവും വിശ്വാസവും ഒക്കെ വർത്തമാനം പറയാറ്. പക്ഷെ ആ വിശ്വാസം ഹൃദയത്തിന്റെ അകത്ത് വളരെ ശക്തമായി സ്ഥാനം പിടിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ മുഴുവൻ അതിന്റെ സ്വാധീനവും അടയാളങ്ങളും കാണാനാവും. ജീവിതത്തിലെ സകല സംഗതികളും ആ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലേ സംഭവിക്കുന്നുള്ളൂ എന്ന ഉറച്ച ബോധ്യമുണ്ടായാൽ ജീവിതത്തിലെ സകല കാര്യങ്ങളെക്കുറിച്ചും ആ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ വർത്തമാനം പറയേണ്ടി വരും, ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എന്റെ ജീവിതത്തെ അപ്പടി നിരീക്ഷണത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ഹൃദയത്തിന് ബോധ്യമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ സകല ചലനങ്ങളും സകല തീരുമാനങ്ങളും ചിന്തകളും അതിനാൽ സ്വാധീനിക്കപ്പെടും എന്ന് നമുക്ക് ഉറച്ച് ബോധ്യമുണ്ട്. അത് ആ വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ച ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരുപാട് മാതൃകകൾ, അവൻ എത്ര താഴ്ന്നവനായാലും ശരി, വിദ്യാഭ്യാസപരമായും മറ്റു തരത്തിലുമൊക്കെ എത്ര താഴെ നിൽക്കുന്ന ആളായാലും ശരി, അവന്റെ ജീവിതത്തിലെ നിരന്തരമായ പ്രവർത്തനങ്ങളെ ആ കാഴ്ചപ്പാട്, ആ വിശ്വാസം ശക്തമായി സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിലെ ആട്ടിടയന്റെ കഥ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് നേരെ ശത്രു തന്റെ വാള് തട്ടിയെടുത്ത് തലക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ തന്നെ വാളിന് കീഴെ നിർത്തിക്കൊണ്ട് അയാൾ ചോദ്യം ചെയ്തപ്പോൾ ആ പ്രവാചകന്റെ മറുപടി, ആ സന്ദർഭത്തിലെ പ്രവാചകന്റെ മനോഭാവം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിലൊക്കെ അപ്പുറത്ത്, ആ വാളിനും ഉമറിന്റെ ചോദ്യത്തിനുമൊക്കെ അപ്പുറത്ത് ഒരു അള്ളാഹു നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ അള്ളാഹുവിന്റെ തീരുമാനമേ ഇവിടെ നടപ്പിലാകൂ എന്ന സംശയരഹിതമായ ബോധ്യമാണ് ആ സന്ദർഭത്തിൽ അത്തരത്തിൽ മറുപടി പറയാൻ അവരെയൊക്കെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മഹാനായ ഒരു മുജദ്ദിദ്, അദ്ദേഹത്തിന് നേരെ വെടിയുണ്ടകൾ കടന്നു വന്നപ്പോൾ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചല്ല. അദ്ദേഹം കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യവും ആദ്യവുമൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചല്ല, അതവിടെയാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ ആരോടും ഒരു വിലപേശുന്ന മാപ്പ് പറയുന്ന ഏർപ്പാടില്ല എന്ന് വളരെ ശക്തിയായി പറഞ്ഞത് ഈ പുതിയ നൂറ്റാണ്ടിൽ പോലും വിശ്വാസത്തിന്റെ തിളക്കം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിപ്പിക്കുന്ന വർത്തമാനം. അപ്പൊ അതാണ് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം എന്ന് പറയുന്നത്. ഇതൊരു ദൈവസങ്കല്പമല്ല, ഒരു ഉറച്ച ദൈവബോധമാണ്, ഒരു ഉറച്ച വിശ്വാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഈ വിശ്വാസത്തിനോട് ചേർത്തുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ 5-6 എണ്ണം, 3-4 എണ്ണം ഒക്കെ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ 5 എണ്ണോ 6 എണ്ണോ ചിലപ്പോൾ 70 എണ്ണോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഖുർആൻ ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം എണ്ണി പറഞ്ഞത് അള്ളാഹുവിലുള്ള വിശ്വാസവും അതിനോട് ചേർത്ത് തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച വിശ്വാസവും. പരലോകം, മരണത്തിലൂടെ മനുഷ്യനെത്തിപ്പെടുന്ന ഒരു പരലോകത്തെക്കുറിച്ച് ഖുർആൻ വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ചിത്രം സമർപ്പിച്ചിട്ടുണ്ട്. മരണം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു വാതിലാണ്. മരണാനന്തര ജീവിതത്തിലേക്ക് മനുഷ്യൻ എഴുന്നേറ്റ് വരുന്ന മനുഷ്യന് അവന്റെ കൂടെയുള്ള മലക്കുകൾ ആനയിക്കുന്നത്, അവൻ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതും നരകത്തിലേക്ക് എറിയപ്പെടുന്നതുമൊക്കെയുള്ള വർത്തമാനം. അള്ളാഹുവിലുള്ള ഈ അടിയുറച്ച വിശ്വാസത്തെ പോലെ തന്നെ ഖുർആൻ ശക്തിയായി ഊന്നിയത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാനാണ്. യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൽ വിശ്വസിക്കുക, മരണാനന്തര ജീവിതത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ഈ 2 വിശ്വാസങ്ങൾക്ക് ഏറ്റവും ശക്തമായ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്, ഹദീസുകൾ നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ജീവിതത്തെ അപ്പടി സ്വാധീനിക്കാൻ കഴിയുന്ന, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്ന, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ വരവരച്ച് അതിന് വഴി കാണിക്കാൻ കഴിയുന്ന 2 വിശ്വാസങ്ങളാണ് അള്ളാഹുവിലുള്ള അടിയുറച്ച ബോധ്യവും മരണാനന്തര ജീവിതത്തിലുള്ള ഏറ്റവും ഉറച്ച വിശ്വാസം. ഇഹലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന് സമാധാനം ഉണ്ടാകണം, മനുഷ്യൻ സമാധാനത്തോടുകൂടി ജീവിക്കണം, മനുഷ്യൻ സഹകരിച്ച് ജീവിക്കണം, മനുഷ്യൻ സഹായിച്ച് ജീവിക്കണം,
പൊതുജീവിതത്തിൽ സംഘർഷരഹിതമായ ഒരവസ്ഥ ഉണ്ടായിത്തീരണം. അതിന് പാകമായ രൂപത്തിൽ വിഭവങ്ങളെ വിനിയോഗിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അള്ളാഹു നൽകിയ ജീവിതം, അള്ളാഹു നൽകിയ ജീവിത വിഭവങ്ങൾ, ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത്. ആ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് സംഘർഷരഹിതമായ, സഹായങ്ങൾ പരസ്പരം ലഭ്യമാകുന്ന, സഹകരണപരമായ, സംഘർഷരഹിതമായ ഒരു സാഹചര്യം, ഒരു സാമൂഹ്യ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഈ വിഭവങ്ങളും ഈ നൽകിയ ജീവിതവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ഇഹലോകത്തെ ജീവിതം സ്വർഗീയമായി തീർന്നു. മരണാനന്തര ജീവിതം സ്വർഗത്തിലെത്തിപ്പെടുകയും ചെയ്യും. അതിന് പാകപ്പെട്ട ഒരു സംവിധാനമാണ് ഇസ്ലാം അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് കൈവശമുള്ള ജീവിത വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ഇഹലോകത്ത് മനുഷ്യന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ആ വിഭവങ്ങൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനം ഒരു ഇബാദത്തായി മാറുകയും അത് മരണാനന്തര ജീവിതത്തെ സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യുന്നത്. നമസ്കാരവും അതുപോലുള്ള ഇബാദത്തുകളും പോലെ തന്നെ സമ്പത്ത് കൊണ്ട് നിർവഹിക്കേണ്ട ഇബാദത്തുകളെ കുറിച്ച് ഖുർആൻ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ജീവിതത്തിന്റെ മാർഗം തടയപ്പെട്ട, ജീവിതത്തിന്റെ വഴി തടയപ്പെട്ട, ജീവിത പ്രശ്നങ്ങൾ മുട്ടി നിൽക്കുന്ന, പരിഹരിക്കാനാവാത്ത വിധം ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അതിന്റെ പേരിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കും അവകാശങ്ങളുണ്ട്. സമ്പത്തിന്റെ ഉടമയുടെ ഔദാര്യങ്ങളുണ്ടെന്നല്ല, സമ്പത്ത് അത്തരത്തിൽ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്തിന് അവകാശമുണ്ട്. അങ്ങനെയാണ് ഖുർആൻ അത് പറഞ്ഞത്. അത് അവരുടെ അവകാശമാണ്, സമ്പന്നന്റെ ഔദാര്യമല്ല. അതുപോലെ തന്നെ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഈ ദീനിനെ, അല്ലാഹുവിന്റെ ഈ ദീനിനെ കളവാക്കുന്നവനെ കണ്ടോ? അവന്റെ പ്രവർത്തനങ്ങൾ അത് ഭൂമിയിൽ പ്രയാസമനുഭവിക്കുന്ന അനാഥരെ ആട്ടിയോടിക്കുന്നതാണ്. അവന്റെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട മനുഷ്യന്റെ പട്ടിണിയുടെ പരിഹാരത്തിനു വേണ്ടി അവൻ പ്രേരണ ചെലുത്തി പണിയെടുക്കുന്നില്ല. താമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ആഹാരം, പ്രയാസപ്പെടുന്നവന്റെ ഭക്ഷണം, അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആവശ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ അവൻ പങ്കാളിയാകുന്നില്ല. അങ്ങനെയുള്ള ആള് അല്ലാഹുവിന്റെ ദീനിനെ പ്രകടമായി നിഷേധിക്കും, പ്രകടമായും പ്രത്യക്ഷമായും നിഷേധിക്കും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവിതത്തിൽ സംഘർഷരഹിതമായ, സമാധാനപൂർണമായ, സഹകരണാത്മകമായ ഒരു ചുറ്റുപാടുണ്ടാക്കിയെടുക്കുന്നതിന്റെ തന്റെ വിശ്വാസവും തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവുമൊക്കെ പ്രയോജനപ്പെടുത്തപ്പെടാത്ത ഒരു രീതിയിലുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ പ്രയോജനശൂന്യമാണ്. ചുരുക്കത്തിൽ സത്യവിശ്വാസി ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം അയാൾ ഈ സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിത്വമായി മാറുന്നില്ലെങ്കിൽ അയാളുടെ ഇബാദത്തുകൾ പരിഗണനീയമല്ല എന്ന് തന്നെയാണ് ഖുർആന്റെ ഈ കാഴ്ചപ്പാട്. മാ സലഖക്കും ഫീ സഖർ, നിങ്ങളെങ്ങനെ നരകത്തിലെത്തിപ്പെട്ടത്? നരകത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരോട് സ്വർഗവാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആൻ ഉദ്ധരിക്കുകയാണ്. അപ്പൊ നരകവും സ്വർഗവും എത്ര ദൂരമുണ്ട്? അതൊക്കെയാണ് നമ്മുടെ ചർച്ച. അത്തരത്തിലുള്ള ഒരു വിഷയം കേൾക്കുമ്പോൾ നരകത്തിലിരിക്കുന്നവർ സ്വർഗത്തിലേക്ക് എങ്ങനെ കാണുമോ? അവർക്ക് വർത്തമാനം പറയാൻ കഴിയുമോ? അത് തമ്മിൽ എത്ര ദൂരം ഉണ്ടാവും? അല്ലാഹു തആല ആ ദൂരം എണ്ണി കണക്കാക്കാൻ വേണ്ടിയല്ല ഈ വർത്തമാനം പറഞ്ഞു. അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ ഖുർആൻ പറഞ്ഞത് നമ്മുടെ ഇഹലോകത്തിലെ ജീവിതത്തെ പാകപ്പെടുത്താനും അതിന്റെ വഴി നിർണ്ണയിക്കാനും. അതായത് അത്തരത്തിലുള്ള പ്രയോജനശൂന്യമായ ചർച്ചകളെ കുറിച്ചല്ല. മാ സലഖക്കും ഫീ സഖർ, നിങ്ങളെ നരകത്തിലെത്തിച്ചത് എന്താണ്? ഒരു കൂട്ടം ആളുകളോട്, ഒരു കൂട്ടം നരകത്തിലെ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യരോട് സ്വർഗത്തിലിരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അവരുടെ മറുപടി ലക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. തുടർന്ന് വലന്നക്കുന്നു തുഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവരുടെ ആഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല.
നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അത് നരകത്തിലെത്താൻ കാരണമായിത്തീരുന്നു. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ ആദ്യം നമ്മൾ സൂചിപ്പിച്ച 2 വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഹൃദയത്തിൽ അടിയുറച്ചു കഴിഞ്ഞാൽ ആദ്യമായി അയാളിൽ കാണേണ്ട ഒന്നാമത്തെ അടയാളം നമസ്കാരമാണ്. ആ നമസ്കാരം ഒരു സത്യവിശ്വാസിയുടെ തിരിച്ചറിയാനുള്ള അടയാളമാണ്, അയാളുടെ ഐഡന്റിറ്റിയാണ്. അങ്ങനെ നമസ്കരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സമൂഹത്തിന്റെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് ആവശ്യമായ പ്രവർത്തനത്തിൽ ഞങ്ങൾ പങ്കാളികളായിരുന്നില്ല. അതുപോലെ തന്നെ അന്ത്യനാളിനെ നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിരുന്നു. അങ്ങനെ ജീവിതവും, ജീവിതത്തിന് ശേഷം ഒരു മരണവും, മരണത്തിന് ശേഷം ഒരു പുനർജന്മവും, ഒരു പുനർജീവിതവും, ഒരു വിചാരണയും, ഒരു കണക്ക് നോക്കലും, ഒരു സ്വർഗവും നരകവും, അതിനെയൊക്കെ നിഷേധിച്ച കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയും പാവപ്പെട്ട മനുഷ്യരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കൂട്ടിച്ചേരാതിരിക്കുകയും നമസ്കാരം നിർവഹിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിയത് എന്ന് നരകത്തിൽ കിടന്ന് കരിയുന്ന ഒരു കൂട്ടം മനുഷ്യർ സ്വർഗത്തിലെ ആളുകളോട് പറയുന്ന വർത്തമാനമാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്? ജീവിതത്തിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച വ്യക്തമായ ബോധ്യമുണ്ടാകണം. പടച്ചതമ്പുരാൻ കൃത്യമായി നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അത് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരക്ഷരം ഉരിയാടാൻ മനുഷ്യന് സാധ്യമല്ല. അവന്റെ പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ രേഖയിൽ വീഴാതെ, അവരുടെ ശ്രദ്ധയിൽ വരാതെ ഒരു വാക്കും ഒരു പദവും ഉച്ചരിക്കുക മനുഷ്യന് സാധ്യമല്ല. ഇത്രയും കൃത്യമായി അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന് വിധേയമാണ് ഞാൻ എന്ന ബോധ്യം ഹൃദയത്തിൽ അടിയുറച്ചുണ്ടാവുക. അതുപോലെ തന്നെ മരണാനന്തരം എന്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭത്തിലേക്കാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. എന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പും ആ സംഭവവുമായി, വരാൻ പോകുന്ന വിചാരണയുമായി എന്നെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തെ നിരീക്ഷിക്കുകയും ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാട് വരച്ചെടുക്കുകയും ചെയ്യാതെ ഇഹലോകത്ത് മനുഷ്യൻ സംഘർഷരഹിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക സാധ്യമല്ല എന്ന് തിരിച്ചറിവുണ്ടാകും. അതുപോലെ തന്നെ അഴിമതികളെക്കുറിച്ച്, സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച്, അക്രമങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ കണ്ണുണ്ട് എന്ന ബോധ്യം, എന്റെ ജീവിതത്തിന്റെ കണക്ക് പടച്ചതമ്പുരാനോട് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം, സമ്പത്ത് അത് എന്റേതാണ് എന്ന ബോധ്യത്തിൽ നിന്നുള്ളൊരു മാറി നിൽക്കൽ. സമ്പത്ത് അള്ളാഹുവിന്റേതാണ്, ജീവിത വിഭവങ്ങൾ എന്ന് പറയുന്നത് പടച്ചതമ്പുരാന്റേതാണ്. താൽക്കാലികമായ കൈകാര്യക്കാരൻ എന്ന നിലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. അതൊരു നിമിഷത്തിൽ അള്ളാഹു തആല തിരിച്ചു പിടിക്കാം, മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരാളുടെ കയ്യിൽ അത് ഏൽപ്പിക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ സമ്പത്ത് ഈ ഭൂമിയിൽ എന്റെ ജീവിതവും എന്റെ സഹജീവികളുടെ ജീവിതവും നേരായ വഴിക്ക് പോകുന്നതിനാവശ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതാണ്. അതിന്റെ കണക്ക് ഞാൻ നാളെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ആ ഒരു അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന്റെ തണലിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിന് വളരെ പച്ചയായി ഉണ്ടാക്കി വെക്കുകയും ചെയ്യുകയല്ലാതെ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടുക സാധ്യമല്ല എന്നാണ് പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ബോധമുണ്ടായപ്പോഴാണ് അക്ഷരമെഴുതാൻ അറിയാത്ത ഇടയൻ ഖലീഫയോട് ചോദിച്ചത്, ഒരുപക്ഷേ അങ്ങനെ മുതലാളിയെ പറ്റിക്കാം, പക്ഷേ എന്റെ നാഥനായ അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ആ കുട്ടി ചോദിച്ചതിന്റെ അർത്ഥം അതാണ്. നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കുമെന്ന് പ്രവാചകനോട് ചോദിച്ച ചോദ്യത്തിന് എന്നെ അള്ളാഹു രക്ഷിക്കുമെന്ന് വളരെ സമാധാനപരമായി സ്വസ്ഥമായി നിന്നുകൊണ്ട് മറുപടി പറയാൻ പ്രവാചകന് സാധിച്ചത് അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് ഉറച്ച ബോധ്യം ഹൃദയത്തിലുണ്ടായതുകൊണ്ടാണ്. നമ്മളോട് ചോദിച്ചു നോക്കേണ്ടതാണ് അത്തരം ചോദ്യങ്ങൾ, നമ്മളോട് ചോദിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമളക്കാൻ കഴിയുക. അതുകൊണ്ട് അവരവരുടെ വിശ്വാസത്തിന്റെ ആഴം അളന്നു മനസ്സിലാക്കി അത് ശക്തിപ്പെടുത്താനും
അതിനെ നിരന്തരമായി പുതുക്കി ഉറപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പുതുക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ നിങ്ങൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അർത്ഥം അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജീവിതം മരണാനന്തര ജീവിതവുമായി വേർപ്പെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടതാണ്. ഇവിടത്തെ ഓരോ മനുഷ്യന്റെ ചലനങ്ങളും അനക്കങ്ങളും ചിന്തകളും മരണാനന്തര ജീവിതത്തെ ഗുണപരമായോ അല്ലെങ്കിൽ ദോഷപരമായോ സ്വാധീനിക്കുമെന്ന കാര്യത്തിലുള്ള സംശയവുമാണ്. മരണാനന്തര ജീവിതത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ ഇഹലോക ജീവിതത്തിലെ കർമ്മങ്ങൾ രൂപപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കും. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ പരലോകത്തെ ഇഹലോകത്തിൽ നിന്ന് വേർപ്പെടുത്തി മാറ്റാനാവാത്ത വിധം അവ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. ഇവിടെയുള്ള ഓരോ പ്രവർത്തനവും മരണാനന്തര ജീവിതത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്യും, അതെത്ര ചെറുതായാലും വലുതായാലും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല സംഗതികളും നാളത്തെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, ഈ ഭൂമിയിലെ സാമൂഹ്യ ജീവിതത്തെയും അത് സ്വാധീനിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജീവിതത്തിലെ എല്ലാ സംഗതികളും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണെന്ന സംശയരഹിതമായ ബോധ്യത്തോടു കൂടി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഇബാദില്ലാഹി കാഫ. അയ്യുഹൽ ഇഖ്വാൻ ഊസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസിയെക്കുറിച്ച് അനുയായികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവനാണ് വിശ്വാസി. മരണാനന്തര ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മരണത്തെക്കുറിച്ച ചിന്ത മനുഷ്യ ജീവിതത്തിലെ അവന്റെ കർമ്മങ്ങളെ സ്വാധീനിക്കുകയും നന്നാക്കുകയും ചെയ്യും. മരണവും മരണാനന്തരത്തെയും കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇഹലോകത്തെ തീരെ വേണ്ടെന്ന് വെക്കണമെന്നല്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കണമെന്നല്ല, അല്ലെങ്കിൽ ഒരു ഭൗതിക ലോകത്തോട് വിരക്തിയോടുകൂടി കഴിഞ്ഞുകൊള്ളണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിലെ സകല സന്തോഷങ്ങളെയും ഒടുക്കിക്കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ മരണത്തെക്കുറിച്ച ഓർമ്മയും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണെന്ന കൃത്യമായ ബോധവും ഒരു വിചാരണയിലേക്ക്, ജീവിതത്തെക്കുറിച്ച് ഒരു വിചാരണയിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന ഉറച്ച മനസ്സുമുള്ള ആളുകളുടെ ജീവിതം വിശുദ്ധമായി തീരും. അത്തരം ആളുകളുടെ ജീവിതത്തിൽ തിന്മകൾ വളരെ കുറയും, ഇല്ലാതാകും. തിന്മകൾ അബദ്ധത്തിൽ സംഭവിച്ചാൽ പോലും അവർ ഖേദിച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരായി മാറും. ഇങ്ങനെയാണ് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന വഴി, പ്രവാചകൻ ശീലിപ്പിച്ചു തന്ന മാർഗം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2-3 സംഗതികളാണ്. അല്ലാഹുവിനുള്ള അടിയുറച്ച ബോധ്യം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച ബോധ്യം, മരണത്തെക്കുറിച്ച ചിന്ത, വിചാരണയെ സംബന്ധിക്കുന്ന ഭയം. ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും വിശ്വാസി കൈകാര്യം ചെയ്യാൻ. ഇതാണ് ജീവിത സംസ്കരണത്തിന്റെ അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അവനിലൂടെ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണത്തെക്കുറിച്ചും മരണാനന്തര വിചാരണത്തെക്കുറിച്ചുമുള്ള നിരന്തര ബോധ്യത്തോടുകൂടി, അതിനെക്കുറിച്ച ഭയത്തോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു കുഞ്ഞ് ഒരു രോഗം ബാധിച്ച് തിരുവനന്തപുരം ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്നു, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന വിവരമറിയിക്കുകയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചാപ്പപ്പടിയിലുള്ള ഒരു സഹോദരൻ, ആ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക്
അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല തട്ടിമാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുകയും കൂടുതൽ നന്മ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.